ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും നമസ്കാരം. പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമ്മളിന്ന് പോകുന്നത് കളമശ്ശേരി മെട്രോ സ്റ്റേഷനിലേക്കാണ്. കളമശ്ശേരി മെട്രോ സ്റ്റേഷനിൽ നമ്മളിന്ന് നേരെ പോകുന്നത് കളമശ്ശേരി സയൻസ് പാർക്കിലേക്കാണ്. അതിനുവേണ്ടി ആദ്യം സൗത്ത് മെട്രോ സ്റ്റേഷനിലേക്കാണ് നമ്മൾ എത്തിയിരിക്കുന്നത്. ഒരാൾക്ക് 40 രൂപയാണ് സൗത്തിൽ നിന്ന് കളമശ്ശേരി വരെ ടിക്കറ്റ് റേറ്റ് വരുന്നത്. സയൻസ് പാർക്കിലേക്ക് പോകുന്നതിനായിട്ട് നമുക്ക് ബസ് മാർഗവും പോകാം. പക്ഷേ തിരക്കുകൾ ഒഴിവാക്കാനും അതുകൂടാതെ ചൂടിൻ്റെ കാഠിന്യം ഒഴിവാക്കുവാനായിട്ട് നമ്മൾ മെട്രോയാണ് തിരഞ്ഞെടുത്തത്. അപ്പോൾ മെട്രോ സ്റ്റേഷനിലേക്ക് എത്തിയിട്ട് നമ്മൾ സൗത്തിൽ മെട്രോ സ്റ്റേഷനിൽ എത്തിയിട്ട് കളമശ്ശേരിയിലേക്കുള്ള ടിക്കറ്റ് എടുത്തു. നമ്മൾ 5 പേരാണ് പോയത്. കളമശ്ശേരിയിൽ എത്തിയിട്ട് നമ്മൾ ഊബർ വഴി സയൻസ് പാർക്കിലേക്ക് എത്തിയിരിക്കുകയാണ്. ഇവിടെ എൻട്രൻസ് ഫീ ആയിട്ട് എല്ലാവർക്കും 20 രൂപയാണ് പെർ ഹെഡ് വരുന്നത്. അതുകൂടാതെ ആക്ടിവിറ്റീസിന് വേണ്ടി സെപ്പറേറ്റ് ടിക്കറ്റുകൾ എടുക്കേണ്ടതാണ്. അപ്പോൾ അഡൽട്ട് ആയാലും ചിൽഡ്രൻ ആയാലും നമുക്ക് ഒരാൾക്ക് എൻട്രൻസ് ഫീ ആയിട്ട് 20 രൂപയാണ്. അതുകൂടാതെ നമുക്ക് പാക്കേജുകളുമായിട്ട് നമുക്ക് ആക്ടിവിറ്റീസിൻ്റെ ടിക്കറ്റ് എടുക്കാവുന്നതാണ്. പാക്കേജ് എടുത്തു കഴിഞ്ഞാൽ അതിനകത്തുള്ള എല്ലാ ആക്ടിവിറ്റീസ് പാർട്ടിസിപ്പേറ്റ് ചെയ്താലും ഇല്ലെങ്കിൽ നമുക്ക് ആ പാക്കേജിൻ്റെ മുഴുവൻ എമൗണ്ട് കൊടുക്കേണ്ടി വരും. അതല്ലെങ്കിൽ ഇപ്പോൾ ഞാനിവിടെ കണ്ടത് ചില കുട്ടികൾ ചില റൈഡുകൾ കയറാനായിട്ട് താല്പര്യപ്പെടുന്നില്ല. അപ്പോൾ ഓരോ റൈഡിനായിട്ട് ടിക്കറ്റ് എടുക്കാവുന്നതാണ്. അതിനുള്ള സൗകര്യവും ടിക്കറ്റ് കൗണ്ടറിലുണ്ട്. ഇപ്പോൾ ഞങ്ങളെടുത്തത് ബൗൺസിങ് കാസിൽ എന്ന് പറഞ്ഞൊരു റൈഡും അതുകൂടാതെ ട്രെയിനിൻ്റെ അതായത് ട്രാക്ക്ലെസ് ട്രെയിൻ എന്ന് പറഞ്ഞൊരു കുട്ടികളുടെ റൈഡുമാണ് ഞങ്ങൾ തിരഞ്ഞെടുത്തത്. ഇതിൻ്റെ പ്രധാന ആകർഷണം എന്ന് പറയുന്നത് 8D തിയേറ്ററാണ്. 8D തിയേറ്ററിന് മുതിർന്നവർക്ക് വരുന്നത് പെർ ഹെഡ് 50 രൂപയും കുട്ടികൾക്ക് 30 രൂപയാണ് വരുന്നത്. അപ്പോൾ ഇതൊക്കെയാണ് പ്രധാന ആകർഷണം എന്ന് പറയുന്നത്. അതുകൂടാതെ നമുക്ക് അഡ്വഞ്ചർ ആക്ടിവിറ്റീസായിട്ട് റോപ്പ് സൈക്ലിംഗ് വരുന്നുണ്ട്, സിപ്പ് ലൈൻ വരുന്നുണ്ട്, കയാക്കിംഗ് വരുന്നുണ്ട്, അതുകൂടാതെ പെഡൽ ബോട്ടിങ്ങും വരുന്നുണ്ട്. അപ്പോൾ മുതിർന്നവർക്കും കുട്ടികൾക്കും ഒരുപോലെ തന്നെ ഇഷ്ടപ്പെടുന്ന സ്ഥലമായിരിക്കും. ഈ വേനലവധിക്കാലത്ത് കുട്ടികളുമായിട്ട് നമുക്ക് കുറച്ച് സമയം ചിലവഴിക്കാൻ പറ്റിയ സ്ഥലമായിരിക്കും ഈ സയൻസ് പാർക്ക് എന്ന് പറയുന്നത്. വൈകിട്ടാണ് ഏറ്റവും കൂടുതൽ ആക്ടിവിറ്റീസ് നടക്കുന്നത്. ഏറ്റവും കൂടുതലല്ല, ആക്ടിവിറ്റീസ് എല്ലാം തന്നെ സ്റ്റാർട്ട് ചെയ്യുന്നത് ഒരു വൈകുന്നേരം 4 മണിക്ക് ശേഷമായിരിക്കും സ്റ്റാർട്ട് ചെയ്യുന്നത്. അതുവരെ നമുക്ക് പാർക്കിലേക്കുള്ള എൻട്രൻസും കാര്യങ്ങളൊക്കെ ഉണ്ട്. കുട്ടികൾക്ക് അവിടെ കളിക്കുകയൊക്കെ ചെയ്യാം. പക്ഷേ ആക്ടിവിറ്റീസ് എല്ലാം സ്റ്റാർട്ട് ചെയ്യുന്നത് വൈകിട്ടൊരു 4-4:30 ശേഷമാണ് സ്റ്റാർട്ട് ചെയ്യുന്നത്. ചിലവ് കുറഞ്ഞ രീതിയിൽ കുട്ടികൾക്ക് നല്ലതുപോലെ എൻജോയ് ചെയ്യാൻ പറ്റിയ ഒരു സ്ഥലമാണ്. കുട്ടികൾക്ക് മാത്രമല്ല, നേരത്തെ പറഞ്ഞതുപോലെ തന്നെ മുതിർന്നവർക്കും നല്ലപോലെ എൻജോയ് ചെയ്യാൻ പറ്റിയ ഒരു ഇടം തന്നെയാണ് കളമശ്ശേരി സയൻസ് പാർക്ക് എന്ന് പറയുന്നത്. അപ്പോൾ കഴിവതും ഈവനിങ് എത്താൻ നോക്കുക. കാരണം ഈവനിങ് ആയിരിക്കും നമുക്ക് ആക്ടിവിറ്റീസ് എല്ലാം സ്റ്റാർട്ട് ചെയ്യുന്നത്. അതിനു മുമ്പ് വന്നു കഴിഞ്ഞാൽ നമുക്ക് ഇപ്പോൾ വീഡിയോയിൽ കണ്ടതുപോലെ തന്നെ കുട്ടികൾക്ക് പാർക്കിൽ കയറി കളിക്കാനുള്ള സൗകര്യമുണ്ട്. സ്ലൈഡറുകളുണ്ട്, സീസോയുണ്ട്, അതുകൂടാതെ കുട്ടികൾക്ക് ഊഞ്ഞാലാടാനുള്ള സൗകര്യമുണ്ട്. പെയ്ഡായിട്ടുള്ള ആക്ടിവിറ്റീസ് എല്ലാം മാത്രമാണ് വൈകിട്ട് 4:30 ശേഷം സ്റ്റാർട്ട് ചെയ്യുന്നത്. അപ്പോൾ ഈ അവധിക്കാലത്ത് കുട്ടികളുമായിട്ട് അടിച്ചു പൊളിക്കാനായിട്ടൊരു ലൊക്കേഷൻ നോക്കി നടക്കുകയാണെങ്കിൽ കളമശ്ശേരി സയൻസ് പാർക്ക് ഒരു നല്ലൊരു ഓപ്ഷൻ തന്നെയാണ്. ലൊക്കേഷൻ വരുന്നത് കളമശ്ശേരി മെഡിക്കൽ കോളേജിന് അടുത്തായിട്ടാണ്, കിൻഫ്ര IT പാർക്കിന് അടുത്തായിട്ടാണ് ഈ ലൊക്കേഷൻ വരുന്നത്.